ഓം വിഘ്നേശ്വരായ നമഃ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടവലഗ്നത്തെക്കുറിച്ചാണ്. കാലപുരുഷൻ്റെ രണ്ടാമത്തെ രാശിയാണ് ഇടവൻ രാശി. ഈ രാശിയിൽ ലഗ്നമായി ജനിക്കുന്നവരുടെ സ്വഭാവസവിശേഷത എന്തെന്ന് നോക്കാം. ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ മുഖ്യ ലക്ഷ്യം തന്നെ എത്രയധികം പണം സമ്പാദിക്കുക എന്നുള്ളതും ആ പണം നമ്മളുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയായിരിക്കും ഇവർ കൂടുതലും ചെലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നതും. ഇവർ തന്നെ സ്വയം അനുഭവിക്കുന്നത് കുറച്ച് കുറവായിരിക്കും. വളരെയധികം ത്യാഗമനോഭാവമുള്ളവരായിരിക്കും ഇവർ. ഇടവലഗ്നത്തിൻ്റെ ചിഹ്നം തന്നെ കാളമാടായതിനാൽ ഒരു കാളയെ പോലെ ജീവിതം മുഴുവൻ ഭാരം ചുമക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ. ലഗ്നാധിപൻ ശുക്രനായതിനാൽ ഇവർ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കാനാണ് സാധ്യത. കൂടാതെ വളരെ സൗന്ദര്യത്തോടെ അത്യാകർഷണം ഉള്ളവരുമായിരിക്കും. വില കൂടിയ വസ്ത്രങ്ങൾ, കാറുകൾ എന്നീ ആഡംബരങ്ങളോട് വളരെ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അതേസമയം തന്നെ ജീവിതത്തിൽ ഒരുപാട് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരും ആയിരിക്കും. കാലപുരുഷൻ്റെ 11ാം ഭാവം ഇവർക്ക് 10ാം ഭാവമായി വരികയും 10ാം ഭാവം ഇവർക്ക് 9ാം ഭാവമായി വരികയും ചെയ്യുന്നതിനാൽ ഇവർ കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കുന്നതാണ്. ഇവർക്ക് കീഴിൽ ശനി കർമാധിപനായി വരുന്നതുകൊണ്ടും ഇവർക്ക് കീഴിൽ വളരെയധികം സേവകർ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. 9ാം ഭാവം ഇവർക്ക് ബാധകസ്ഥാനമായി വരുന്നതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ മുതിർന്നവരുടെ ഉത്തരവാദിത്വം ഇവരുടെ തലയിൽ വന്നു ചേരുന്നതായിരിക്കും. നമുക്കിനി ഇടവലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏതെല്ലാം ഗ്രഹങ്ങളാണ് നല്ല ഫലം തരിക എന്നും ഏതെല്ലാം ഗ്രഹങ്ങളാണ് മോശം ഫലം തരിക എന്നും പരിശോധിക്കാം. ഇതാണ് ഇടവലഗ്നം. ശുക്രനാണ് ഇടവലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ. ഇടവലഗ്നത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ആദ്യത്തെ ഗ്രഹം ശനിയാണ്. ശനി ഇടവലഗ്നത്തിൻ്റെ അധിപനായ ശുക്രനും ശനിയും ഉത്തമ മിത്രങ്ങളാണ്. ആ ശനിക്ക് ലഭിച്ചിരിക്കുന്ന ആധിപത്യം 9 എന്ന ത്രികോണഭാവത്തിൻ്റെയും 10 എന്ന കേന്ദ്രഭാവത്തിൻ്റേതായിരുന്നു. രണ്ടും നല്ല ആധിപത്യമുള്ളത് കൊണ്ട് ശനി ശുക്രൻ്റെ മിത്രവും രണ്ട് നല്ല ആധിപത്യവും ലഭിച്ചതുകൊണ്ട് ശനി ഇടവലഗ്നക്കാർക്ക് രാജയോഗപ്രദമായ ഒരു ദശയാണ്. ശനിക്ക് ഈ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം വളരെയധികം ഗുണപ്രദമാണ്. അടുത്ത നല്ല ഗ്രഹം ബുധനാണ്. ബുധൻ ശുക്രൻ്റെ ഉത്തമമിത്രമാണ്. അതേസമയം തന്നെ ബുധന് ലഭിച്ചിരിക്കുന്ന ആധിപത്യം 2ാം ഭാവത്തിൻ്റേതും 5 എന്ന ത്രികോണഭാവത്തിൻ്റേതുമാണ്. ലഗ്നാധിപൻ്റെ ഉത്തമമിത്രവും അതേസമയം 2 നല്ല ആധിപത്യം കിട്ടിയതും കൊണ്ടും ബുധദശ വളരെയധികം ഇടവലഗ്നക്കാർക്ക് ഗുണഫലം ചെയ്യുന്ന ഒന്നാണ്. ശുക്രൻ്റെ യോഗമോ അതേസമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ ബുധന് ലഭിക്കുകയാണെങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ ബുധദശയിൽ അനുഭവിക്കുവാൻ ഇടയാകുന്നു. അടുത്തത് സൂര്യനാണ്. സൂര്യനും ശുക്രനും അത്ര നല്ല ബന്ധത്തിലല്ലെങ്കിലും ഇടവലഗ്നത്തിൻ്റെ 4 എന്ന കേന്ദ്രഭാവത്തിൻ്റെ മാത്രം ആധിപത്യം ഉള്ളതുകൊണ്ട്, അതായത് ഒരു പാപന് കേന്ദ്രാധിപത്യം ലഭിക്കുന്നതുകൊണ്ട് ശുഭനായി മാറുന്നു എന്നുള്ള തത്വമാണ് ഇവിടെ പ്രാവർത്തികമാവുന്നത്. സൂര്യന് 4ാം ഭാവം എന്നുള്ള ആ ഭാവത്തിൻ്റെ മാത്രം ആധിപത്യമുള്ളതുകൊണ്ട് സൂര്യൻ ഈ ഇടവലഗ്നക്കാർക്ക് ഗുണമാണ് കൂടുതലും ചെയ്യുന്നത്. ആ സൂര്യന് ബുധനുമായിട്ടുള്ള യോഗം വളരെയധികം നല്ലതാണ്. ഗ്രഹം രാഹുവാണ്. ഇടവലഗ്നത്തിൻ്റെ അധിപനായ ശുക്രനും രാഹുവും ഉത്തമമിത്രങ്ങളായതുകൊണ്ട് രാഹു ഇടവലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വലിയ ദോഷം ചെയ്യുന്നില്ല എന്ന് വേണം കരുതുവാൻ. എങ്കിൽ രാഹുവിന് വ്യാഴദൃഷ്ടി കിട്ടുകയോ ബുധൻ്റെ യോഗം കിട്ടുകയോ ചെയ്താൽ ഗുണഫലം വളരെയധികം നന്നായി തരുന്നതായിരിക്കും. ഇനി നമുക്ക് ലഗ്നാധിപനായ ശുക്രൻ എങ്ങനെയാണെന്ന് നോക്കാം. ശുക്രൻ ലഗ്നാധിപനാണെങ്കിലും 6ാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി ഉണ്ടാകുന്നു.
ഇതാണ് ലഗ്നം. 1, 2, 3, 4, 5 എന്ന 6-ാം ഭാവത്തിൻ്റെ ആധിപത്യവും ശുക്രൻ തന്നെയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണഭാവത്തിൻ്റെ ആധിപത്യവും ഒരു ദോഷഭാവത്തിൻ്റെ ആധിപത്യവും ഉള്ളതുകൊണ്ട് ശുക്രൻ ഏകദേശം ഒരു സമന്വയ ഫലമാണ് ചെയ്യുക എങ്കിൽ കൂടി കൂടുതലും ഗുണഫലം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശുക്രന് ബുധൻ്റെ യോഗമോ ദൃഷ്ടിയോ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള 3 ഗ്രഹങ്ങൾ വ്യാഴം, കേതു, ചന്ദ്രൻ എന്നിവയാണ്. ചൊവ്വ കൂടെയുണ്ട്. ചൊവ്വ ഇടവ ലഗ്നത്തിനെ ഗുണവും ചെയ്യുന്നില്ല ദോഷവും ചെയ്യുന്നില്ല എന്നുള്ള ഏകദേശം ഒരു അവസ്ഥയിലാണ്. കാരണം ഇടവ ലഗ്നത്തിൻ്റെ അധിപനായ ശുക്രനും ചൊവ്വയും ശത്രുക്കളാണ്. എങ്കിലും കൂടി 7-ാം ഭാവം എന്ന കേന്ദ്രത്തിൻ്റെ ആധിപത്യമുള്ളതുകൊണ്ട് ചൊവ്വ ഗുണഫലം തരികയും അതേസമയം 12 എന്ന ഭാവത്തിൻ്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് കുറച്ച് ദോഷം ചെയ്യുവാനും സാധ്യതയുണ്ട്. എങ്കിലും ചൊവ്വയ്ക്ക് ഒരു സമൻ എന്നുള്ള രീതിയിലുള്ള ഫലമാണ് ഇടവലഗ്നക്കാർക്ക് ലഭിക്കുക. പിന്നീട് കിട്ടുന്ന പ്രത്യേക യോഗങ്ങളനുസരിച്ച് ഗുണഫലം കൂടുകയോ അതേസമയം ദോഷഫലം കൂടുകയോ എന്നിവ സംഭവിക്കാം. എങ്കിലും സ്ഥാനസ്ഥിതി അനുസരിച്ച് വേണം ബലാബലം നിർണ്ണയിക്കുവാനുള്ളത്. അടുത്ത ഗ്രഹം വ്യാഴഗ്രഹമാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴമെങ്കിലും ഇടവലഗ്നക്കാർക്ക് വലിയ ഗുണമൊന്നും വ്യാഴത്തിനെ കൊണ്ട് ലഭിക്കുവാൻ സാധ്യതയില്ല. കാരണം എന്തെന്നാൽ ഇടവലഗ്നത്തിൻ്റെ അധിപനായ ശുക്രൻ അസുരഗുരുവും വ്യാഴം എന്നുള്ളത് ദേവഗുരുവുമാണ്. അവർ തമ്മിൽ അത്ര ചേർച്ചയിലല്ല ഉണ്ടായിരിക്കുക. അതുകൂടാതെ തന്നെ അഷ്ടമം എന്ന ഭാവത്തിൻ്റെ ഒരു ആധിപത്യവും 11 എന്ന ഭാവത്തിൻ്റെ ഒരു ആധിപത്യമാണ് വ്യാഴത്തിന് സിദ്ധിച്ചിട്ടുള്ളത്. ഈ അഷ്ടമം എന്ന ധനുരാശിയുടെ ആധിപത്യവും 11 എന്ന മീനരാശിയുടെ ആധിപത്യവുമാണ് വ്യാഴത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് രണ്ടും അത്ര നല്ല ആധിപത്യമല്ല. കൂടാതെ ലഗ്നാധിപനായ ശുക്രനുമായി അത്ര നല്ല ബന്ധത്തിലുമല്ല. അത് കാരണം വ്യാഴദശ പൊതുവെ ഇടവലഗ്നക്കാർക്ക് വലിയ ഗുണമൊന്നും ചെയ്യാൻ സാധ്യതയില്ല. എങ്കിലും വ്യാഴം കുറച്ച് വക്രത്തിൽ നിൽക്കുകയോ അതേസമയം ഉപജയസ്ഥാനങ്ങളായ 3, 6, 10 എന്നീ പറയുന്ന ഭാവങ്ങളിൽ നിൽക്കുകയോ ചെയ്താൽ കുറച്ച് ഗുണഫലം സിദ്ധിക്കുവാൻ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലം സിദ്ധിക്കുവാനുള്ള സാധ്യത ഉണ്ട്. ഇടവലഗ്നക്കാർക്ക് വലിയ ഗുണമൊന്നും ചെയ്യുവാൻ സാധ്യതയില്ല. എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുകയാണെങ്കിൽ കുറച്ച് നല്ല ഫലങ്ങൾ തരുവാൻ സാധ്യതയുണ്ട്. അടുത്ത ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രന് 3-ാം ഭാവാധിപത്യം എന്ന ഒരു ആധിപത്യം മാത്രമാണ് ഇടവലഗ്നത്തിലുള്ളത്. അതായത് ഇടവലഗ്നത്തിൻ്റെ 1, 2, 3 ഈ കർക്കിടക രാശിയുടെ ആധിപത്യമാണ് ചന്ദ്രൻ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ആധിപത്യം അത്ര നല്ല ആധിപത്യവുമല്ല. അതുകൊണ്ട് ചന്ദ്രൻ വലിയൊരു യോഗകർത്താവായിട്ട് ഒരു ഇടവലഗ്നക്കാർക്ക് മാറുന്നില്ല. എങ്കിലും വ്യാഴദൃഷ്ടി ലഭിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നല്ലൊരു ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇടവലഗ്നത്തിന് പൊതുവെ വ്യാഴഗ്രഹം കടുത്ത പാപനാണെങ്കിലും വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്ന ഗ്രഹങ്ങൾ അതൊരു പൊതുതത്വമാണ്. വ്യാഴം നല്ലത് ചെയ്യുന്നുവോ ദോഷം ചെയ്യുന്നുവോ എന്നുള്ളതല്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്ന ഏതൊരു ഗ്രഹവും അതിൻ്റെ ദോഷഫലം മാറി കുറച്ച് നല്ല ഫലം കാണിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരിക്കൽ കൂടി പറയാം, ശനി, ബുധൻ, സൂര്യൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ മിക്കവാറും നല്ലതാണ് ചെയ്യുന്നത്. ചൊവ്വയും ശുക്രനും സ്ഥാനപനമനുസരിച്ച് മാറി ഫലങ്ങൾ തരുന്നു. ഗുരുവും കേതുവും ചന്ദ്രനും അത്ര നല്ല ഫലങ്ങളൊന്നും ഇടവലഗ്നക്കാർക്ക് ചെയ്യുവാൻ സാധ്യതയില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മിഥുന ലഗ്നത്തെക്കുറിച്ച് പരിശോധിക്കാം. നന്ദി, നമസ്കാരം.